ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ഹിസ്റ്ററി ക്ലാസ് ആണ്. നമ്മൾ ലാസ്റ്റ് ഹിസ്റ്ററി ക്ലാസ്സിൽ അടിമ വംശം, അതുപോലെ തന്നെ ഖിൽജി വംശം, തുഗ്ലക് വംശം അവയൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി ഡൽഹി സുൽത്താനേറ്റിലെ ബാക്കി രണ്ട് രാജവംശങ്ങൾ കൂടി നമുക്ക് നോക്കാം. അതേതൊക്കെയാണ്? ഒന്ന് സയ്യിദ് രാജവംശവും പിന്നെ ലോധി രാജവംശവുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഓർക്കേണ്ടത് വെച്ചാൽ, അടി ഖിൽജി തുഗ്ലക്കിനെ അത് കണ്ട് സയ്യിദ് ഓടി എന്നോർത്ത് വയ്ക്കാം. എന്താണ്? അടി ഖിൽജി തുഗ്ലക്കിനെ അത് കണ്ട് സയ്യിദ് ഓടി എന്നോർത്ത് വയ്ക്കാം. അപ്പോൾ അടി അടിമവംശം, ഖിൽജി ഖിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ഓടി എന്നുള്ളത് ലോധി വംശം എന്നോർത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ നോക്കുന്നത് സയ്യിദ് വംശമാണ്. സയ്യിദ് വംശ സ്ഥാപകൻ എന്ന് പറയുന്നത് ആരാണ്? കിസർ ഖാനാണ്. കിസർ ഖാൻ ആരായിരുന്നു? തിമൂർ ഇന്ത്യയിൽ നിയമിച്ച ഗവർണറായിരുന്നു കിസർ ഖാൻ എന്ന് പറയുന്നത്. 1398 തിമൂറിന്റെ ഇന്ത്യൻ ആക്രമണം നടന്നത്. ഏതാണ്? തിമൂറിന്റെ ഇന്ത്യൻ ആക്രമണം നടന്നത്. ആ സമയത്ത് ഭരിച്ചിരുന്ന തുഗ്ലക് ഭരണാധികാരിയായിരുന്നു നസറുദ്ദീൻ മുഹമ്മദ്. അപ്പോൾ 1398 ആരാക്രമിച്ചു? തിമൂർ ആക്രമിച്ചു. പിന്നെ ഈ സയ്യിദ് വംശ സ്ഥാപകൻ എന്ന് പറയുന്നത് കിസർ ഖാനാണ്. തിമൂർ ഇന്ത്യയിൽ നിയമിച്ച ഗവർണറാണ് ഈ കിസർ ഖാൻ എന്ന് പറയുന്നത്. ഡൽഹി സുൽത്താനേറ്റിലെ 4ാമത്തെ രാജവംശമാണ് ഏത്? സയ്യിദ് രാജവംശം. നാണയങ്ങളിൽ പേര് മുദ്രണം ചെയ്യാത്ത വംശമാണ് ഈ സയ്യിദ് വംശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സുൽത്താൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കാത്ത രാജവംശമാണ്. ഈ കിസർ ഖാന് ശേഷം അധികാരത്തിൽ വന്നത് ആരായിരുന്നു? മുബാരക് ഷായാണ്. സയ്യിദ് വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് അലാവുദ്ദീൻ ആലം ഷായാണ്. ആരാണ്? അലാവുദ്ദീൻ ആലം ഷായാണ്. അപ്പോൾ കിസർ ഖാൻ, മുബാരക് ഷാ, പിന്നെ ലാസ്റ്റത്തെ രാജാവ് അലാവുദ്ദീൻ ആലം ഷാ എന്നോർത്ത് വയ്ക്കുക. അതിനുശേഷം അധികാരത്തിൽ വന്നതാണ് ലോധി വംശം. ആരാണ്? ലോധി വംശം. അപ്പോൾ ലോധി വംശ സ്ഥാപകൻ എന്ന് പറയുന്നത് ബഹ്ലുൽ ലോധിയാണ്. ആരാണ്? ബഹ്ലുൽ ലോധി. ലോധി വംശം എന്ന് പറയുന്നത് 1451 മുതൽ 1526 വരെയാണ്. 1451 മുതൽ 1526 ആണ്. സയ്യിദ് വംശമോ? സയ്യിദ് വംശം എന്ന് പറയുന്നത് 1414 മുതൽ 1451 വരെയാണ് സയ്യിദ് വംശം എന്ന് പറയുന്നത്. അപ്പോൾ ബഹ്ലുൽ ലോധിയാണ് ലോധി വംശ സ്ഥാപകൻ എന്ന് പറയുന്നത്. അദ്ദേഹം ആരെ പരാജയപ്പെടുത്തിയാണ് അധികാരം കൈവശപ്പെടുത്തിയത്? തീർച്ചയായും അലാവുദ്ദീൻ ആലം ഷായെ, അല്ലെങ്കിൽ ഷാ ആലം എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. എന്താണ്? ഷാ ആലം അല്ലെങ്കിൽ അലാവുദ്ദീൻ ആലം ഷായെ പരാജയപ്പെടുത്തിയാണ് ലോധി വംശം ബഹ്ലുൽ ലോധി 1451 സ്ഥാപിച്ചത്. ബാക്കിയുള്ള രാജവംശങ്ങളെ അപേക്ഷിച്ച് ലോധി വംശം എന്ന് പറയുന്നത് അഫ്ഗാൻ രാജവംശമായിരുന്നു. ഏതാണ്? അഫ്ഗാൻ രാജവംശമായിരുന്നു. ബാക്കിയുള്ള ഡൽഹി സുൽത്താനേറ്റിലെ ബാക്കിയുള്ള രാജവംശങ്ങളെല്ലാം ഏതായിരുന്നു? തുർക്കി വംശമായിരുന്നു. അപ്പോൾ ബഹ്ലുൽ ലോധി സ്ഥാപിച്ച ലോധി വംശം അഫ്ഗാൻ വംശമായിരുന്നു, അല്ലെങ്കിൽ പത്താൻ വംശം എന്നും പറയുന്നുണ്ട്. അഫ്ഗാൻ വംശം അല്ലെങ്കിൽ പത്താൻ വംശം രണ്ടും ഒന്ന് തന്നെയാണ്. ഈ ലോധി വംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി എന്ന് പറയുന്നത് സിക്കന്ദർ ലോധിയാണ്. ആരാണ്? സിക്കന്ദർ ലോധി ആയിരുന്നു. 3 ലോധിക്കാരാണ് ഭരിച്ചത്. ആരൊക്കെയാണ്? ബഹ്ലുൽ ലോധി, സിക്കന്ദർ ലോധി, പിന്നെ ഇബ്രാഹിം ലോധി. ഇങ്ങനെ 3 പേരാണ് ഈ ലോധി കുടുംബത്തിലുള്ളത്. ഇതിൽ ഏറ്റവും മിടുക്കൻ എന്ന് പറയുന്നത് സിക്കന്ദർ ലോധിയാണ്. ആഗ്ര പട്ടണം സ്ഥാപിച്ചത് അത് സിക്കന്ദർ ലോധിയാണ്. അപ്പോൾ സിക്കന്ദർ ലോധിനെ കുറിച്ച് നമുക്ക് കുറച്ച് നോക്കാം. സിക്കന്ദർ ലോധി. അപ്പോൾ സിക്കന്ദർ ലോധിയാണ് ആഗ്ര പട്ടണം സ്ഥാപിച്ചത്. അതുപോലെ തന്നെ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് മാറ്റിയതും ആരായിരുന്നു? അത് സിക്കന്ദർ ലോധിയായിരുന്നു. അതുപോലെ ബീഹാറും തിർഹട്ടും കീഴടക്കിയതും, അതുപോലെ അലാവുദ്ദീൻ ഹുസൈൻ ഷായുമായിട്ട് സൗഹൃദ ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്ത ഭരണാധികാരിയായിരുന്നു സിക്കന്ദർ ലോധി. അപ്പോൾ ആഗ്ര പട്ടണത്തിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ അത് സിക്കന്ദർ ലോധിയാണ്. ഡൽഹിയിൽ നിന്നും തലസ്ഥാനം ആഗ്രയിലേക്ക് മാറ്റിയതും അതും സിക്കന്ദർ ലോധിയാണ്. ലോധി വംശത്തിൽ പ്രശസ്തനായ ഭരണാധികാരിയാണ് സിക്കന്ദർ ലോധി എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം ബീഹാർ, തിർഹട്ടം കീഴടക്കിയിട്ടുണ്ട്. ധോൽപൂർ, ചന്ദേരി തുടങ്ങിയവ കീഴടക്കിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വിപുലീകരിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം കറക്റ്റായിട്ടുള്ള ഒരു ചാരവൃത്തി സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട്.
കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്ന സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ റോഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഈ വ്യാപാര അഭിവൃദ്ധി പ്രോത്സാഹിപ്പിക്കാനായിട്ട് നിയന്ത്രണങ്ങളെല്ലാം ഇളവ് ചെയ്ത ഭരണാധികാരി കൂടിയാണ് സിക്കന്ദർ ലോധി എന്ന് പറയുന്നത്. ഈ അക്ബറിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ആഗ്രയ്ക്ക് അടുത്തുള്ള സിക്കന്ദര ഗ്രാമത്തിന് ഈ പേര് ലഭിച്ചത് അദ്ദേഹം സിക്കന്ദർ ലോധി മൂലമാണ് ആ ഗ്രാമത്തിന് സിക്കന്ദര എന്നുള്ള പേര് ലഭിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം ഗാസ് ഇ സിക്കന്ദരി എന്ന സമ്പ്രദായം കൊണ്ടുവന്നു. ഈ സമ്പ്രദായം എന്തിനാണ്? അത് കൃഷിഭൂമി അളക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഈ ഗാസ് ഇ സിക്കന്ദരി എന്ന് പറയുന്നത്. കലകളുടെയും അതുപോലെ തന്നെ അക്ഷരങ്ങളുടെയും ഒരു ലിബറൽ ഭരണാധികാരിയായിരുന്ന അദ്ദേഹം ഗുൽമുഖ് എന്ന തൂലികാനാമത്തിൽ എന്തെഴുതിയിട്ടുണ്ട്? പേർഷ്യൻ ഭാഷയിൽ അദ്ദേഹം സൂക്തങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പേർഷ്യൻ ഭാഷയിൽ അദ്ദേഹം കുറച്ച് സൂക്തങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്ത് തൂലികാനാമത്തിലാണ് അദ്ദേഹം എഴുതിയത്? ഗുൽമുഖ്. എന്താണ് ഗുൽമുഖ്? അദ്ദേഹം ജസിയ അതുപോലെ തന്നെ പിൽഗ്രിം എന്ന നികുതികൾ ഹിന്ദുക്കൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗുൽമുഖ് എന്നും ചിലയിടങ്ങളിൽ ഗുൽറുഗി എന്ന തൂലികാനാമം എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഗുൽമുഖ് അല്ലെങ്കിൽ ഗുൽറുഗി എന്ന തൂലികാനാമത്തിൽ പേർഷ്യൻ ഭാഷയിൽ സൂക്തങ്ങൾ എഴുതിയ ഭരണാധികാരിയായിരുന്നു സിക്കന്ദർ ലോധി എന്ന് പറയുന്നത്. ഇനി ഈ ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ഇബ്രാഹിം ലോധി. ആരാണ്? ഇബ്രാഹിം ലോധി. ഇബ്രാഹിം ലോധിനെ കുറിച്ച് പറയുമ്പോൾ ലോധി രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ്. അതുപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റിലെ അവസാനത്തെ ഭരണാധികാരിയാണ്. ഇബ്രാഹിം ലോധിനെ പരാജയപ്പെടുത്തിയത് ബാബർ ആയിരുന്നു 1526. എന്താണ്? 1526 ഇവന്റെ അസ്തമനമായി, ഈ രാജവംശത്തിന്റെ അസ്തമനമായി. അതും കാരണമായത് ഒന്നാം പാനിപ്പത്ത് യുദ്ധമാണ്. അതിൽ ആര് കീഴടക്കി? ബാബർ ഇബ്രാഹിം ലോധിനെ കീഴടക്കി. ഈ ബാബറിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത് ലാഹോറിലെ ഗവർണറായ ദൗലത് ഖാൻ ലോധിയാണ്. ആരാണ്? ദൗലത് ഖാൻ ലോധിയാണ്. ഈ ബാബറിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത്. ആദ്യമായിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വെടിമരുന്ന് ഉപയോഗിക്കപ്പെട്ട യുദ്ധം എന്ന് പറയുന്നത് ഒന്നാം പാനിപ്പട്ട് യുദ്ധമാണ്. ഈ ഒന്നാം പാനിപ്പട്ട് യുദ്ധം എവിടെയാണ് നടന്നത്? അത് കാബൂളിലാണ്. എവിടെയാണ്? കാബൂളിലാണ് നടന്നത്. ഈ ബാബറിന്റെ ഫുൾ പേര് എന്ന് പറയുന്നത് സഹീഹുദ്ദീൻ മുഹമ്മദ് ബാബർ എന്നാണ്. ഇതാണ് സഹീഹുദ്ദീൻ മുഹമ്മദ് ബാബർ എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിന്റെ രാജവംശങ്ങളും ഇന്ത്യ ഭരിച്ചിരുന്ന രാജാക്കന്മാരും എന്ന് പറയുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കാം. മധ്യകാല ഇന്ത്യൻ ചരിത്രം ആരംഭിക്കുന്നത് എപ്പോഴാണ്? അറബികളുടെ ആദ്യ സിന്ധ ആക്രമണത്തിന് ശേഷമാണ്. അറബികളുടെ ആദ്യ സിന്ധാക്രമണം അത് എന്ന് പറയുന്നത് AD 712 AD 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ളതാണ് ഇന്ത്യയുടെ മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. അറബികളുടെ സിന്ധാക്രമണത്തോടു കൂടിയാണ് ഈ മധ്യകാല ഇന്ത്യൻ ചരിത്രം ആരംഭിക്കുന്നത്. ഡൽഹി ആസ്ഥാനമാക്കിയിട്ട് അധികാര കേന്ദ്രം കൈയാളാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് ഡൽഹിയുടെ പൊസിഷനാണ്. ഒന്ന്, സിന്ധു ഗംഗ സമതലത്തിലുള്ള ഡൽഹിയുടെ സ്ഥാനമാണ്. രണ്ടാമത്തത് ആ പ്രദേശത്തിലെ ഫലഭൂയിഷ്ഠത. അതുപോലെ തന്നെ ആരവല്ലി പർവ്വത നിരകളുടെ സാന്നിധ്യം കൊണ്ട് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നുള്ള രക്ഷകൾ. അതുപോലെ തന്നെ ഈ ആരവല്ലി പർവ്വത നിരയിലുള്ള പാറക്കല്ലുകൾ വിവിധ കെട്ടിടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കല്ലുകളുടെ നിർമ്മാണത്തിനുള്ള ലഭ്യത പരിഹരിച്ചു. അതുപോലെ തന്നെ യമുന നദി ഉണ്ടായിരുന്നു. മധ്യകാല സമയത്ത് ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന രാജാക്കന്മാർ എന്ന് പറയുന്നത് ചോള രാജവംശം, വിജയനഗര സാമ്രാജ്യം, ബാമിനി, പാണ്ഡ്യന്മാര്, ചേരന്മാര്, കാകതീയ രാജവംശം, ഹൊയ്സാല രാജവംശമാണ്. അതേസമയം ഈ പശ്ചിമേന്ത്യയിലെ രാജവംശം എന്ന് പറയുന്ന മറാത്തിയാണ്. മധ്യകാല ഡൽഹി ആസ്ഥാനമാക്കി ഭരിച്ചവരാണ് ഈ തോമര രാജവംശം എന്ന് പറയുന്നത്. അവരിൽ നിന്നുമാണ് ഡൽഹിയുടെ ചരിത്രം ആരംഭിക്കുന്നത്. ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാക്കുന്നത് ഈ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തോമര രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ്. അവർ 8-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയാണ് അവർ ഭരിച്ചിരുന്നത്. ദില്ലിക എന്ന പേരിലാണ് ഡൽഹി ആ സമയത്ത് അറിയപ്പെട്ടിരുന്നത്. ഇവർ ഭരിച്ചു? ഈ ഡൽഹിയുടെയും ഹരിയാനയുടെയും പ്രദേശങ്ങളിലാണ് ഇവർ ഭരിച്ചിരുന്നത്. ഈ തോമര രാജവംശത്തിലെ ഒരു പ്രധാന രാജാവാണ് അനംഗപാല എന്ന് പറയുന്നത്. അദ്ദേഹം ദില്ലികാപുരിയുടെ സ്ഥാപകനായിരുന്നു. അതുപോലെ തന്നെ ഡൽഹിയുടെയും ഹരിയാനയുടെയും ഭരണാധികാരിയായിരുന്നു. അനംഗ്ദാൽ, ബബേലി, ലാൽകോട്ട് എന്നിവ സ്ഥാപിക്കപ്പെട്ടത് അനംഗപാലയായിരുന്നു.
ഈ അനങ്താൽ തടാകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് ഡൽഹിയിലെ മഹ്റോളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ദേശീയ പ്രധാനമുള്ള സ്മാരകമായിട്ട് 2022 ഓഗസ്റ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. തോമര രാജവംശത്തിന് ശേഷം വന്നവരാണ് ചൗഹാൻ രാജവംശം. അതിലെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്നത്. 1149 മുതൽ 1192 വരെയാണ് പൃഥ്വിരാജ് ചൗഹാൻ ഭരിച്ചിരുന്നത്. 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയാണ് ഈ ചൗഹാൻ രാജവംശത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിൽ 1191 ഒന്നാം തറൈൻ യുദ്ധം നടത്തി. അതിൽ പൃഥ്വിരാജ് ചൗഹാൻ വിജയിച്ചു. അതിനുശേഷം 1192 രണ്ടാം തറൈൻ യുദ്ധം നടക്കുകയും അതിൽ മുഹമ്മദ് ഗോറി വിജയിക്കുകയും ചെയ്തു. വടക്കേ ഇന്ത്യ ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവ് എന്ന് പറയുന്നത് പൃഥ്വിരാജ് ചൗഹാനാണ്. അതേസമയം വടക്കേ ഇന്ത്യ ഭരിച്ച അവസാനത്തെ ചക്രവർത്തി, ഹിന്ദു ചക്രവർത്തി എന്ന് പറയുന്നത് അത് ഹർഷവർദ്ധനാണ്. ഹർഷവർദ്ധൻ അതിനു മുമ്പ് ജീവിച്ചിരുന്ന ആളാണ്. നമുക്ക് മധ്യകാല വംശത്തിന് ശേഷമാണ് PSC വരുന്നത് എന്നുള്ളത് തന്നെ ഇത് ഞാൻ പറയുന്നില്ല. പിന്നെ പൃഥ്വിരാജ് ചൗഹാന് ഈ കനൗജിലെ രാജാവായിരുന്ന ജയചന്ദ്രന്റെ മകൾ സംയുക്തമായിട്ടുള്ള പ്രണയത്തെ ആസ്പദമാക്കി ചന്ദ്ബർദായി ബ്രജ് ഭാഷയിൽ എഴുതിയ കവിതയാണ് പൃഥ്വിരാജ് രാസോ. എന്താണ്? പൃഥ്വിരാജ് രാസോ. ഇനി മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറി എന്ന് പറയുമ്പോൾ ഗോറി വംശത്തിലെ ഒരു ഗവർണറും സേനാധിപനുമായിരുന്നു മുഹമ്മദ് ഗോറി. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയതാരാണ്? അത് മുഹമ്മദ് ഗോറിയാണ്. മുഹമ്മദ് ബിൻസാൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് മുഹമ്മദ് ഗോറി എന്ന് പറയുന്നത്. മുഹമ്മദ് ഗോറിയുടെ സർവ്വ സൈന്യാധിപനാണ് ബക്തിയാർ ഖിൽജി. അദ്ദേഹം നളന്ദ, വിക്രമശില എന്നിവ ആക്രമിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പൃഥ്വിരാജ് ചൗഹാനും അതുപോലെ തന്നെ കനൗജിലെ രാജകുമാരിയായിരുന്ന ജയചന്ദ്രന്റെ മകൾ സംയുക്തമായിട്ടുള്ള പ്രണയകഥയെ ആസ്പദമാക്കി ചന്ദ്ബർദായി ബ്രജ് ഭാഷയിൽ എഴുതിയ കവിതയാണ് പൃഥ്വിരാജ് രാസോ. ഈ കനൗജിലെ രാജാവായ ജയചന്ദ്രനും അതുപോലെ തന്നെ മുഹമ്മദ് ഗോറിയും തമ്മിൽ നടന്ന യുദ്ധമാണ് ചാന്ദ്വാർ യുദ്ധം. ആ ചാന്ദ്വാർ യുദ്ധത്തിലും ഗോറിയാണ് വിജയിച്ചത്. 1206 മുഹമ്മദ് ഗോറി അന്തരിച്ചത്. മുഹമ്മദ് ഗോറി തന്റെ അടിമയും അതുപോലെ തന്നെ സേനാനായകനുമായ കുതുബുദ്ദീൻ ഐബക്കിന് ഡൽഹി കേന്ദ്രമാക്കിയിട്ട് പിന്നീട് ഭരണം നടത്താൻ അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ ആദ്യം പിടിച്ചടക്കിയ സ്ഥലം എന്ന് പറയുന്നത് അത് മുൾട്ടാനാണ്. ഗോറി ഇന്ത്യയിലേക്ക് വന്നത് ഖൈബർ ചുരം വഴിയാണ്. ഈ ഒന്നാം തറൈൻ യുദ്ധം, രണ്ടാം തറൈൻ യുദ്ധം നടന്നു പറഞ്ഞു. ആ തറൈൻ സ്ഥിതി ചെയ്യുന്നത് അതെവിടെയാണ്? അത് ഹരിയാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കുതുബുദ്ദീൻ ഐബക്കിനോട് കൂടിയാണ് ഈ ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണം ആരംഭിക്കുന്നത്. 5 രാജവംശങ്ങളാണ് ഡൽഹി സുൽത്താനേറ്റിന്റെ വംശങ്ങൾ എന്ന് പറയുന്നത്. അതൊക്കെയാണ്: ഒന്ന് അടിമ വംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോഡി വംശം. അടി ഖിൽജി തുഗ്ലക്കിനെ അത് കണ്ട് സയ്യിദ് ഓടി എന്ന് ഓർക്കുക വയ്ക്കാം. അടിമ വംശത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് കുതുബുദ്ദീൻ ഐബക്കാണ്. ഈ ഡൽഹി സുൽത്താനേറ്റിലെ ബാക്കിയുള്ള എല്ലാവരും തുർക്കി വംശജരാണ്. അതേസമയം ലോധി വംശം മാത്രം അഫ്ഗാൻ വംശജരാണ്, അല്ലെങ്കിൽ പത്താൻ വംശമാണ്. ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1206 മുതൽ 1526 വരെയാണ്. അപ്പോൾ കുതുബുദ്ദീൻ ഐബക്ക് ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശം എന്ന് പറയുന്നത് അടിമവംശമാണ്. 1206 കുതുബുദ്ദീൻ ഐബക്കാണ് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരി എന്നറിയപ്പെടുന്നതും കുതുബുദ്ദീൻ ഐബക്കാണ്. കുവ്വത്തുൽ ഇസ്ലാം പള്ളി പണികഴിപ്പിച്ച ഭരണാധികാരിയായിരുന്നു കുതുബുദ്ദീൻ ഐബക്ക്. ആ കുവ്വത്തുൽ ഇസ്ലാം പള്ളിക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യ ഇസ്ലാമിക രീതിയിലുള്ള നിർമ്മിതിയാണ് ഈ കുവ്വത്തുൽ ഇസ്ലാം പള്ളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദായ് ദിൻക ചോൻപ്ര, അത് അജ്മീറിലാണുള്ളത്. അത് പണികഴിപ്പിച്ചതും കുതുബുദ്ദീൻ ഐബക്കാണ്. കുതുബുദ്ദീൻ ഐബക്കിനെ അറിയപ്പെടുന്ന പേരാണ് ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നവൻ എന്ന അർത്ഥമുള്ള ലാഗ് ബാഷ എന്നാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേര്. കുതുബുദ്ദീൻ ഐബക്കിന്റെ ഭരണം പ്രതിപാദിപ്പിക്കുന്ന ഗ്രന്ഥമാണ് താജുൽ മസീർ. അതിന് താജ് ഉൽ മസീർ എന്ന് പറയുന്നത്. അത് രചിച്ചത് ഹസൻ നിസാമിയാണ്. ഈ ഹസൻ നിസാമി എന്ന് പറയുന്നത് ഈ കുതുബുദ്ദീൻ ഐബക്കിന്റെ രാജസദസ്സിലെ പ്രസിദ്ധനായ ചരിത്രകാരനാണ്. ഈ കുതുബുദ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിൽ വന്നത് ആരം ഷാ ആയിരുന്നു. ആരം ഷയ്ക്ക് ശേഷം വന്നത് ഇൽത്തുമിഷ ആയിരുന്നു. ഈ ആരം ഷയെ വധിച്ചിട്ടാണ് ഇൽത്തുമിഷ അധികാരത്തിൽ വന്നത്. അതുപോലെ തന്നെ ഈ ഇൽത്തുമിഷ ആരം ഷയെ പരാജയപ്പെടുത്തിയ സ്ഥലം എന്ന് പറയുന്നത് ബാഗ് ഇ ജൂദ് മൈതാനമാണ്. ഇൽത്തുമിഷ് ബദായൂം എന്ന സ്ഥലത്തെ ഗവർണറായിരുന്നു ഈ രാജാവാകുന്നതിന് മുമ്പ്. അതിനുശേഷം അദ്ദേഹം ബാഗ് ഇ ജൂദ് മൈതാനത്ത് വെച്ച് ഇൽത്തുമിഷ് ആരം ഷയെ പരാജയപ്പെടുത്തി അധികാരം കയ്യേറി. ഡൽഹി സുൽത്താനേറ്റിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഇൽത്തുമിഷാണ്. ഖലീഫയുടെ പ്രതിനിധി എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഇൽത്തുമിഷ്. ബാഗ്ദാദ് ഖലീഫ ഇൽത്തുമിഷിന് നൽകിയ ബഹുമതിയാണ് സുൽത്താൻ ഇ അസം. എന്താണ്? സുൽത്താൻ ഇ അസം.
അതുപോലെ തന്നെ അദ്ദേഹം ചാലിസ രൂപീകരിച്ചു. എന്താണ് ഈ ചാലിസ എന്ന് പറയുന്നത്? ഡൽഹിയിലെ 40 പ്രഭുക്കന്മാരുടെ സഭയാണ് ഈ ചാലിസ എന്ന് പറയുന്നത്. ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ തങ്ക, ചെമ്പ് എന്നീ നാണയങ്ങൾ അവതരിപ്പിച്ചു. ഈ തങ്ക എന്ന് പറയുന്നത് വെള്ളി നാണയമാണ്, ചെമ്പ് നാണയമാണ് ജിറ്റാൾ എന്ന് പറയുന്നത്. അതൊക്കെയാണ് തങ്ക, ജിറ്റാൾ എന്നുള്ള നാണയങ്ങൾ അവതരിപ്പിച്ചത് ആരായിരുന്നു? അത് ഇൽത്തുമിഷ് ആയിരുന്നു. അതുപോലെ തന്നെ ഭൂനികുതി സമ്പ്രദായമായ ഇഖ്ത സമ്പ്രദായത്തിന് രൂപം കൊടുത്തതും അതും ഇൽത്തുമിഷാണ്. ആ ഇൽത്തുമിഷ് എന്താ ചെയ്തത്? പ്രദേശങ്ങളെ ഇഖ്ത എന്നുള്ള രീതിയിൽ വിഭജിച്ചു. അതിന് ഇഖ്താദർമാരെ നിയമിച്ചു. ആ ഇഖ്താദർമാർ എന്ത് ചെയ്യും? ഭൂനികുതി പിരിക്കും. അതിനുശേഷം ഈ ഇഖ്താദർമാർക്ക് ഭൂമിയിൽ യാതൊരു സ്വാധീനവും ഉണ്ടായിരുന്നില്ല. അവർ ജസ്റ്റ് നികുതി പിരിച്ചിട്ട് അവരുടെ ചെലവും അതുപോലെ തന്നെ അവിടെ ഭരണം കഴിയാനുള്ള ചെലവും കണ്ടെത്തേണ്ടത് അവരുടെ കാര്യമായിരുന്നു. ലഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന സ്ഥാനപ്പേരിൽ ഭരണം നടത്തിയ സുൽത്താനാണ് ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. അടിമയുടെ അടിമ, ദേവഭൂമിയുടെ സംരക്ഷകൻ എന്ന പേരുകളിൽ അറിയപ്പെടുന്ന സുൽത്താനാണ് ഇൽത്തുമിഷ്. അതുപോലെ തന്നെ ഭഗവത് ദാസന്മാരുടെ സഹായി എന്നറിയപ്പെടുന്ന സുൽത്താനാണ് ഈ ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. ഖലീഫയുടെ പ്രതിനിധി എന്ന് സ്വയം വിശേഷിപ്പിച്ച സുൽത്താനാണ് ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. ഇൽത്തുമിഷിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് കുത്തബ് കോംപ്ലക്സിലാണ്. ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിൽ ചെങ്കിസ് ഖാൻ AD 1221 ഇന്ത്യയെ ആക്രമിച്ചത്. എപ്പോഴായിരുന്നു? ചെങ്കിസ് ഖാൻ ഇന്ത്യയെ 1221 ഇൽത്തുമിഷുള്ള സമയത്തായിരുന്നു ഇന്ത്യയെ ആക്രമിച്ചത്. ഈ ഇൽത്തുമിഷിന്റെ മകളായ സുൽത്താന റസിയയായിരുന്നു ഇൽത്തുമിഷിന്റെ മരണശേഷം, അതായത് 1236 അധികാരം കൈയേറിയത്. പക്ഷേ പെണ്ണായതുകൊണ്ട് തന്നെ പ്രഭുക്കന്മാരുടെ പിന്തുണ അവർക്ക് ലഭിച്ചിരുന്നില്ല. അവർ ഈ സ്ഥാനത്ത് നിന്നും പുറത്താക്കുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? അവരുടെ സഹോദരനായ റുക്നുദ്ദീൻ ഫിറോസിനെ സുൽത്താനായി നിയമിച്ചു. എന്നാൽ വീണ്ടും അവർ ജലാലുദ്ദീൻ റസിയ എന്ന ഔപചാരിക നാമത്തിൽ വീണ്ടും സിംഹാസനസ്ഥയായി. പക്ഷേ അവരെ 1240 പുറത്താക്കുകയാണ് ചെയ്തത്. അവരുടെ ഭരണത്തിന്റെ മികവുകൾ എന്ന് പറയുന്നത് വ്യാപാരം മെച്ചപ്പെടുത്തുക, അതുപോലെ തന്നെ റോഡുകൾ നിർമ്മിക്കുക, കിണർ കുടിക്കുക, അങ്ങനെ രാജ്യത്തിന്റെ അടിത്തറ അവർ ശക്തിപ്പെടുത്തി. പിന്നെ രാജ്യത്തിന്റെ ഭരണപരമായ പ്രവർത്തനങ്ങൾ അവർക്ക് വളരെ താല്പര്യമുള്ളവരായിരുന്നു. ഈ ഇഖ്താദർമാരെയും അതുപോലെ കമാൻഡർമാരെയും അവർ നിയമിച്ചു. ദർബാറിൽ തുറന്ന സദസ്സിൽ രാജ്യകാര്യങ്ങൾ കൈകാര്യം ചെയ്തു. പിന്നെ ഈ ഖുർആന്റെയും മുഹമ്മദിന്റെയും പാരമ്പര്യങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്താൻ റസിയ സുൽത്താന സ്കൂളുകളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതുപോലെ ഗവേഷണ കേന്ദ്രങ്ങളും ലൈബ്രറികളും സ്ഥാപിച്ചിട്ടുണ്ട്. അവർക്ക് ശേഷം വന്നവരായിരുന്നു ഗിയാസുദ്ദീൻ ബാൽബൻ. അടിമ വംശത്തിലെ ശക്തനായ ഭരണാധികാരിയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഭരണാധികാരിയുമായിരുന്നു ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് ശരിക്കും ഉല്ലൂഖാൻ എന്നായിരുന്നു. ഡൽഹി സിംഹാസനത്തിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ഈ ബാൽബൻ എന്ന ഗിയാസുദ്ദീൻ ബാൽബൻ. ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരി, അതുപോലെ തന്നെ രാജ്യാധികാരം ദേവദത്തമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു ബാൽബൻ. കൊട്ടാരത്തിൽ തമാശയും അതുപോലെ തന്നെ ചിരിയും നിരോധിച്ച ഭരണാധികാരിയായിരുന്നു. ചോരയും ഇരുമ്പും അല്ലെങ്കിൽ ബ്ലഡ് അയൺ എന്ന നയം പിന്തുടർന്ന ഭരണാധികാരിയായിരുന്നു ബാൽബൻ. ഇൽത്തുമിഷ് സ്ഥാപിച്ച ചാലിസ നിരോധിച്ച ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ കൊട്ടാരം അറിയപ്പെട്ടിരുന്നത് ലാൽ മഹൽ അല്ലെങ്കിൽ ചുവന്ന കൊട്ടാരം എന്നാണ്. ഈ ബാൽബന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് മെഹ്റോളിലാണ്. അടവംശത്തിലെ ഭരണകാലഘട്ടത്തെക്കുറിച്ച് അറിവ് നൽകുന്ന ഗ്രന്ഥമാണ് തബാഖത്ത് നസീരി. ഈ തബാഖത്ത് നസീരി എഴുതിയത് മിൻബാജ് അസ്സിറാജാണ്. ആരാണ്? മിൻബാജ് അസ്സിറാജാണ്. അടിമവംശത്തിന് ശേഷം അധികാരത്തിൽ വന്നവരാണ് ഖിൽജി രാജവംശം. ഈ അടിമവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ഗെയ്ക്കുബാദ് എന്ന് പറയുന്നത്. അപ്പൊ കുത്തുബുദ്ദീൻ ഐബക്കാണ് അടിമവംശം സ്ഥാപിച്ചതെന്ന് പറഞ്ഞു. അദ്ദേഹം മരിച്ചത് എങ്ങനെയാണ്? കുതിരപ്പുറത്ത് നിന്ന് വീണിട്ടാണ് മരിച്ചത്. പോളോ കളിക്കിടയിൽ കുതിരപ്പുറത്ത് നിന്നാണ് അദ്ദേഹം മരിച്ചത്. ഇനി അടുത്തതാണ് ഖിൽജി രാജവംശം എന്ന് പറയുന്നത്. ഏറ്റവും കുറച്ചു കാലം ഡൽഹി ഭരിച്ചിരുന്ന രാജവംശമാണ് ഖിൽജി രാജവംശം എന്ന് പറയുന്നത്. 1290 മുതൽ 1320 വരെയാണ് ഭരിച്ചത്. ഖിൽജി രാജവംശം സ്ഥാപിച്ചത് ജലാലുദ്ദീൻ ഖിൽജിയാണ്. അവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഈ ജലാലുദ്ദീൻ ഖിൽജിയുടെ പേര് മാലിക് ഫിറോസ് എന്നായിരുന്നു. ഗെയ്ക്കുബാദിനെ പരാജയപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ഖിൽജി വംശം സ്ഥാപിച്ചത്. അദ്ദേഹം സിദ്ദി മൗല എന്ന സൂഫി സന്യാസിയെ എന്ത് ചെയ്തു? രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് വധിച്ചിരുന്നു. ഈ ജലാലുദ്ദീൻ ഖിൽജിയെ വധിച്ചിരുന്നത് മരുമകനായിരുന്ന അലാവുദ്ദീൻ ഖിൽജിയാണ്. അതായിരുന്നു മരുമകനായ അലാവുദ്ദീൻ ഖിൽജിയാണ് ഖിൽജി രാജവംശത്തിലെ സ്ഥാപകനായിരുന്ന ജലാലുദ്ദീൻ ഖിൽജിയെ വധിച്ചത്. ഈ അലാവുദ്ദീൻ ഖിൽജിയുടെ യഥാർത്ഥ പേര് അലി ഗർസാർപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്, ഖുർഷാസപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്.
രണ്ടാം അലക്സാണ്ടർ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് അത് അലാവുദ്ദീൻ ഖിൽജിയായിരുന്നു. സിക്കന്ദരി സൈനി എന്നും വിശേഷിപ്പിച്ചിരുന്ന വ്യക്തിയാണ് ഈ അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. കമ്പോള നിയന്ത്രണം കറക്റ്റായിട്ട് നടപ്പിലാക്കി ഒരു വലിയ സൈനിക സന്നാഹത്തെ നിയമിക്കാൻ കഴിഞ്ഞിരുന്ന ഭരണാധികാരിയായിരുന്നു ഈ അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. അദ്ദേഹം ഗുജറാത്ത് കൈക്കലാക്കുകയും ഈ തീരപ്രദേശം അധീനതയിലായതുകൊണ്ട് തന്നെ നല്ല ശേഷിയുള്ള നല്ല പ്രാഗൽഭ്യമുള്ള കുതിരകളെ ഇറാഖിൽ നിന്നും കുതിരകളെ ഇറക്കുമതി ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഈ അലാവുദ്ദീൻ്റെ കമ്പോള നടപടികൾ മികച്ച രീതിയിൽ കമ്പോള നടപടികൾ നടപ്പിലാക്കിയിരുന്ന ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. അതിനുവേണ്ടി നിയമിച്ച ഉദ്യോഗസ്ഥന്മാരാണ് ആര്? ഈ ഷഹാനായി മന്ദർ, അതുപോലെ തന്നെ ദിവാനി റിയാസത്ത് എന്നറിയപ്പെടുന്നത്. പിന്നെ അലാവുദ്ദീൻ സ്ഥാപിച്ച കച്ചവട കേന്ദ്രം അറിയപ്പെടുന്നത് സൊറായി ആദിൽ എന്നാണ്. എന്താണ് സൊറായി ആദിൽ എന്നാണ്. 1000 തൂണുകളുടെ കൊട്ടാരം, അതായത് അലായി ദർവാസ പണിയെടുപ്പിച്ചതും അലാവുദ്ദീൻ ഖിൽജിയാണ്. ഈ അലി ദർവാസയാണ് കുത്തബ് മിനാറിന്റെ കവാടം എന്ന് പറയുന്നത്. മംഗോളിയരുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായിട്ട് അദ്ദേഹം പണിയെടുപ്പിച്ച തലസ്ഥാന നഗരമാണ് സിരി എന്ന് പറയുന്നത്. ഒരു മുസ്ലിം ഭരണാധികാരിയും ഹിന്ദു രാജകുമാരിയും തമ്മിലുള്ള ചരിത്രത്തിലെ ആദ്യ വിവാഹം എന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജിയും അതുപോലെ തന്നെ ഗുജറാത്തിലെ രാജാവിൻ്റെ വിധവയായ കമലാദേവിയും തമ്മിലുള്ളതാണ്. ഇന്ത്യയിൽ ഒരു സ്ഥിരം സൈന്യത്തെ നിർത്തിയിരുന്ന ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. മദ്യത്തിൻ്റെ ഉപയോഗം നിരോധിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയുടെ സർവ്വസൈന്യാധിപനായിരുന്നു മാലിക് ഗഫൂർ എന്ന് പറയുന്നത്. അലാവുദ്ദീൻ ഖിൽജിയുടെ ആസ്ഥാന കവിയാണ് അമീർ ഖുസ്രു. ഈ അമീർ ഖുസ്രുവിൻ്റെ മറ്റുള്ള പേരുകൾ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ താത്ത, ഉറുദു ഹോമർ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് ആരാണ്? ഈ അമീർ ഖുസ്രു ആണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അബുൽ ഹസൻ എന്നാണ്. പിന്നെ അമീർ ഖുസ്രു എഴുതിയ പ്രധാന കൃതികളാണ് ലൈല മജ്നു, അയനി, സിക്കന്ദരി, തുഗ്ലക് നാമ എന്ന് പറയുന്നത്. അതില്ലാതെ സിത്താർ, തബല എന്നിവ കണ്ടുപിടിച്ചത് അമീർ ഖുസ്രു ആണ്. അത് ഇന്ത്യക്ക് സംഭാവന നൽകിയതും അമീർ ഖുസ്രു ആണ്. സൂഫി ഭക്തിഗാനമായ ഖവാലിയുടെ പിതാവ് അത് അമീർ ഖുസ്രു ആണ്. ഈ അലാവുദ്ദീൻ ഖിൽജിയെ വധിച്ചത് അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനായ മാലിക് ഗഫൂർ ആണ്. ഈ ഖിൽജി വംശത്തിലെ അവസാന ഭരണാധികാരി എന്ന് പറയുന്നത് ഖുസ്രു ഖാനാണ്. ദക്ഷിണേന്ത്യ ആക്രമിച്ച ആദ്യത്തെ സുൽത്താൻ എന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ഈ ഖിൽജി രാജവംശത്തിന് ശേഷം തുഗ്ലക് രാജവംശം വന്നു. ഈ തുഗ്ലക് രാജവംശത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഗാസി മാലിക് എന്നാണ്. അദ്ദേഹം ഖിൽജി രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു. ഖുസ്രു ഖാനെ വധിച്ചാണ് തുഗ്ലക് രാജവംശം സ്ഥാപിച്ചത്. 1320 മുതൽ 1414 വരെയായിരുന്നു തുഗ്ലക് രാജവംശത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ഗിയാസുദ്ദീൻ തുഗ്ലക് പണിയെടുപ്പിച്ച നഗരമാണ് തുഗ്ലക്കാബാദ് എന്ന് പറയുന്നത്. പവിലിയൻ തകർന്നു മരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു ഗിയാസുദ്ദീൻ തുഗ്ലക് എന്ന് പറയുന്നത്. കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും നിരോധിച്ച തുഗ്ലക് ഭരണാധികാരിയായിരുന്നു ഗിയാസുദ്ദീൻ തുഗ്ലക്. അതുപോലെ തന്നെ കാകതീയ രാജാക്കന്മാരുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ട ഭരണാധികാരിയായിരുന്നു. പിന്നെ വാറങ്കൽ എന്ന നഗരത്തിന് സുൽത്താൻപൂർ എന്ന പേര് മാറ്റിയത് ഗിയാസുദ്ദീൻ തുഗ്ലക് ആയിരുന്നു. ഗിയാസുദ്ദീൻ തുഗ്ലക്കിന് ശേഷം പിന്നീട് വന്നത് തുഗ്ലക് രാജവംശത്തിലെ പ്രമുഖ ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്നത്. നിർഭാഗ്യവാനായ ആദർശവാദി, ഭ്രാന്തനായ സുൽത്താൻ, പിശാചിന്റെ ഹൃദയമുള്ള പുണ്യവാളൻ, വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേരൽ, അതുപോലെ തന്നെ നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നെല്ലാം അറിയപ്പെടുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആയിരുന്നു. ആരാണ്? നിർഭാഗ്യവാനായ ആദർശവാദി, ഭ്രാന്തനായ സുൽത്താൻ, പിശാചിന്റെ ഹൃദയമുള്ള പുണ്യവാളൻ, വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേരലുള്ളവൻ, നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നെല്ലാം അറിയപ്പെട്ടിരുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നല്ലതായിരുന്നു, പക്ഷെ അത് നടപ്പിലാക്കാനുള്ള പ്രാവീണ്യം കറക്റ്റ് ആയിരുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ആസ്ഥാനം ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്കും അതുപോലെ തന്നെ തിരിച്ച് ദേവഗിരിയിൽ നിന്ന് ഡൽഹിയിലേക്കും തലസ്ഥാനം മാറ്റിയ ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്നത്. ദേവഗിരിയുടെ പേരെന്ത് മാറ്റിയിരുന്നു? ദൗലത്താബാദ് എന്ന് മാറ്റിയിരുന്നു. അപ്പോൾ ദൗലത്താബാദ് പട്ടണം സ്ഥാപിച്ചത് അത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ടോക്കൺ കറൻസി ഏർപ്പെടുത്തിയത്. അതുപോലെ തന്നെ ദിവാൻ ഇ കൊഹി എന്ന കൃഷി വകുപ്പ് സ്ഥാപിച്ചത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരിയായിരുന്നു ഇബ്നു ബത്തൂത്ത. ഈ ഇബ്നു ബത്തൂത്തയെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ നിർഭാഗ്യവാനായ ആദർശവാൻ എന്ന് വിശേഷിപ്പിച്ചത്. ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ ബുദ്ധിമാനായ വിഡ്ഢി എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. അത് അങ്ങനെ വിശേഷിപ്പിച്ചത് വിൻസെന്റ് സ്മിത്ത് ആണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് ഇബ്നു ബത്തൂത്ത എഴുതിയ പുസ്തകമാണ് സഫർ നാമ എന്ന് പറയുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ശേഷം
അധികാരത്തിലേറിയതും. അതുപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റിലെ പ്രതാപശാലിയുമായ അവസാനത്തെ സുൽത്താനായിരുന്നു ഫിറോസ് ഷാ തുഗ്ലക് എന്ന് പറയുന്നത്. ഖലീഫയുടെ പ്രതിപുരുഷൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്നു. പിന്നെ അദ്ദേഹം ജിസിയ ഏർപ്പെടുത്തിയിരുന്നു. യമുന കനാൽ നിർമ്മിച്ചിരുന്നു. കനാൽ വഴിയുള്ള ഗതാഗതം ആരംഭിച്ച ഭരണാധികാരിയായിരുന്നു ഫിറോസ് ഷാ തുഗ്ലക്. യമുന കനാൽ പണികഴിപ്പിച്ച ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം പണികഴിപ്പിച്ച നഗരങ്ങളാണ് ഫിറോസാബാദ്, ഫിറോസ് ഷാ കോട്ല, അതുപോലെ തന്നെ ഫത്തേബാദ്, ഹിസ്റ്റാർ, ഫിറോസാബാദ്, ജോൺപൂർ എന്നീ നഗരങ്ങളെല്ലാം പണികഴിപ്പിച്ചത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഫതഹത്ത് ഇ ഫിറോസ് ഷാഹി എന്ന കൃതി രചിച്ചത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഈ തുഗ്ലക് രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് നസറുദ്ദീൻ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് സയ്യിദ് രാജവംശം അധികാരത്തിലെത്തിയത്. ഈ സയ്യിദ് വംശ സ്ഥാപകൻ എന്ന് പറയുന്നത് കിസർ ഖാനാണ്. ഇന്ത്യയിലെ തിമൂറിന്റെ ഗവർണറായി നിയമിച്ച വ്യക്തിയാണ് കിസർ ഖാൻ എന്ന് പറയുന്നത്. സുൽത്താൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കാത്തവരും അതുപോലെ തന്നെ നാണയങ്ങളിൽ പേര് മുദ്രണം ചെയ്യാത്തതുമായ രാജവംശമായിരുന്നു സയ്യിദ് രാജവംശം. കിസർ ഖാന് ശേഷം അധികാരത്തിൽ വന്നത് മുബാരക് ഷാ ആയിരുന്നു. അതിനുശേഷം അധികാരത്തിൽ വന്നത് അലാവുദ്ദീൻ ആലം ഷാ അല്ലെങ്കിൽ ഷാ ആലമായിരുന്നു. ആ അലാവുദ്ദീൻ ഷാ ആലംസിനെ ബഹ്ലുൽ ലോധി വധിച്ചാണ് എന്ത് ചെയ്തത്, ലോധി വംശം സ്ഥാപിച്ചത്. ഈ ലോധി വംശത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ആരാണ്? അപ്പോൾ ബഹ്ലുൽ ലോധിയാണ്. ലോധി വംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരി എന്ന് പറയുന്നത് സിക്കന്ദർ ലോധിയാണ്. തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് മാറ്റിയ ഭരണാധികാരിയാണ് സിക്കന്ദർ ലോധി എന്ന് പറയുന്നത്. ആഗ്ര പട്ടണം സ്ഥാപിച്ചത് അത് സിക്കന്ദർ ലോധിയായിരുന്നു. അദ്ദേഹം ബീഹാർ, തിർഹട്ട്, ധോൽപൂർ, ചന്ദേരി തുടങ്ങിയവ കീഴിലാക്കിയിരുന്നു. പിന്നെ കണക്കുകൾ നന്നായിട്ട് ഓഡിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നതെല്ലാം സിക്കന്ദർ ലോധിയായിരുന്നു. ഗുൽറുക്കി എന്ന തൂലികാ നാമത്തിൽ പേർഷ്യൻ കൃതികൾ എഴുതിയ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. കലകളുടെയും അക്ഷരങ്ങളുടെയും ഒരു ലിബറൽ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അക്ബറിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ആഗ്രയ്ക്കടുത്തുള്ള ഈ സിക്കന്ദര ഗ്രാമത്തിന് ആ പേര് വരാൻ കാരണം ഈ സിക്കന്ദർ ലോധിയാണ്. അതുപോലെ തന്നെ ഗാസി സിക്കന്ദരി ആരംഭിച്ചതും സിക്കന്ദർ ലോധിയാണ്. കൃഷിഭൂമി അളക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഈ ഗാസി സിക്കന്ദരി എന്ന് പറയുന്നത്. ഈ ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ഇബ്രാഹിം ലോധി. ഈ ഇബ്രാഹിം ലോധി 1526 ഒന്നാം പാനിപ്പട്ടിലാണ് ബാബർ പരാജയപ്പെടുത്തിയിട്ടാണ് മുഗൾ വംശം സ്ഥാപിച്ചത്. അതുപോലെ തന്നെ ലോധി വംശത്തിലെ അവസാനത്തെ സുൽത്താൻ എന്ന് പറയുന്നത് ഇബ്രാഹിം ലോധിയാണ്. ഈ ബാബറിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച ലോധി രാജാവ് എന്ന് പറയുന്നത് ദൗലത് ഖാൻ ലോധിയാണ്. 1524 1526 കാബൂളിൽ വെച്ചാണ് ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടക്കുന്നത്. ആ ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിലാണ് ആദ്യമായിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വെടിമരുന്ന് പരീക്ഷണം നടത്തിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഡൽഹി സുൽത്താനേറ്റിന്റെ പ്രധാന സംഭാവനകൾ ജസ്റ്റ് ഒന്ന് നോട്ടിച്ചു നോക്കാം. ഒന്ന്, ഈ റബാബ്, സാരംഗി തുടങ്ങിയ വാദ്യോപകരണങ്ങൾ തന്നത്, സിത്താറും തബലയും. അവ ലോകത്ത് അമീർ ഖുസ്രു ലോകത്ത് ആദ്യമായിട്ട് ഇന്ത്യയിൽ അവതരിപ്പിച്ച വാദ്യോപകരണങ്ങളാണ് സിത്താറും തബലയും. അതുപോലെ തന്നെ പേർഷ്യ അറബിക് രാഗങ്ങൾ അമീർ ഖുസ്രു സംഭാവന ചെയ്തിട്ടുണ്ട്. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ രാഗദർപ്പണം എന്ന ഇന്ത്യൻ കൃതി പേർഷ്യനിലേക്ക് തർജ്ജമ ചെയ്തു. ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യ അവതരിപ്പിച്ചു. കുത്തബ് മിനാർ, അലൈ ദർവാസ, സിരി പട്ടണം, ആഗ്ര പട്ടണം, ലോധി ഗാർഡൻസ് മുതലായവ സ്ഥാപിച്ചു. ഇതൊക്കെയാണ് മെയിനായിട്ട് ഡൽഹി സുൽത്താനേറ്റിന്റെ സംഭാവന. അപ്പോൾ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സിൽ മുഗൾ രാജവംശത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. തൽക്കാലം ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.